ആഴ്ച 3 പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും പശ്ചിമേഷ്യയിൽ സംഘർഷം എന്ന് അവസാനിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥയാണ്. ഇസ്രയേൽ തുടങ്ങി വെച്ചതാണെങ്കിലും അത് പിന്നീട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുത്തു. അദ്ദേഹം അത് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അത് കൂടുതൽ വഷളാക്കുകയും ചെയ്തതോടെ ഇപ്പോൾ ഒരു പുലിവാലി പിടിച്ച മട്ടിലായിരിക്കുകയാണെന്ന് പറയാം. യുദ്ധം ജയിക്കാൻ ട്രംപിന് കഴിയുന്നില്ല. യുദ്ധ ചെലവാകട്ടെ കോടികൾ പിന്നിടുകയാണ്. ക്രൂഡ് ഓയിൽ പ്രതിസന്ധി ഏഷ്യൻ രാജ്യങ്ങളെ മാത്രമല്ല കഠിനമായി ബാധിച്ചിരിക്കുന്നത്, പാശ്ചാത്യ രാജ്യങ്ങളെയും എണ്ണ പ്രതിസന്ധി വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. എന്തിന്, അമേരിക്കയെ പോലും ക്രൂഡ് ഓയിൽ പ്രതിസന്ധി ചെറിയ തോതിലാണെങ്കിലും ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓഹരി വിപണികളും ഉൽപ്പന്ന വിപണികളും തകർന്നടിയുകയാണ്. വിലക്കയറ്റം ലോകമാകെ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. ലോക വ്യാപാര രംഗത്ത് ആകെ തന്നെ മരവിപ്പ് വ്യാപിക്കുകയാണ്. ഈ ദുസ്ഥിതിയിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കാനായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപ് തയ്യാറാകുമോ? അത് വലിയൊരു ചോദ്യമാണ്. ട്രംപിന്റെ മനംമാറ്റം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് ലക്ഷോപലക്ഷം എന്നല്ല കോടാനുകോടി നിക്ഷേപകരാണ് ലോകത്തെങ്ങുമായി. അനിശ്ചിതത്വത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ ഫോക്കസ് ഓൺ ഫൈനാൻസ് അവതരിപ്പിക്കുന്ന ഈ വീഡിയോ ഓഹരി വിപണിയുടെ മാർച്ച് 23 മുതൽ 27 വരെയുള്ള വ്യാപാര ദിനങ്ങളിലെ സ്ഥിതിയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. നഷ്ടസാധ്യത ഒഴിവാക്കുന്നത് സംബന്ധിച്ച് നിക്ഷേപകർക്ക് സ്വീകരിക്കാവുന്ന ചില മുൻകരുതലുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓഹരി വില സൂചികയായ നിഫ്റ്റിയുടെ വരും ദിവസങ്ങളിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചുകൾ, അതുപോലെ വിവിധ കമ്പനികൾ ഡിവിഡൻഡ് വിതരണം, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ, IPO സബ്സ്ക്രിപ്ഷൻ ഡേറ്റ് എന്നിവയും ഈ വീഡിയോയുടെ ഭാഗമാണ്. ആദ്യം വിപണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം. വിപണിക്ക് ഏറ്റവും ഭീമമായ തകർച്ച നേരിടേണ്ടി വന്ന ആഴ്ചകളിലൊന്നാണ് കടന്നുപോയത്. ഇക്കഴിഞ്ഞ 19-ന്, അതായത് വ്യാഴാഴ്ച, വിപണിയിലുണ്ടായ തകർച്ച 2 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിദിന തകർച്ചയായിരുന്നു. ഏതാണ്ട് 2000-ലേറെ പോയിന്റിന്റെ നഷ്ടമാണെന്ന് സെൻസെക്സിലുണ്ടായത്. 1000-ലേറെ പോയിന്റിന്റെ നഷ്ടം നിഫ്റ്റിയിലും അനുഭവപ്പെട്ടു. ക്രൂഡ് ഓയിൽ വില വർധന, രൂപയുടെ വില തകർച്ച, US ഫെഡറൽ റിസർവിന്റെ നിലപാട്, HDFC ബാങ്ക് ഓഹരികളിലുണ്ടായ അതിവിൽപ്പന തുടങ്ങിയവയാണ് തകർച്ചയ്ക്ക് വലിയൊരളവ് കാരണമായതെങ്കിലും ഇറാൻ യുദ്ധം വഷളായതാണ് ഏറ്റവും വലിയ പ്രഹരമായത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഏറ്റെടുത്തിരിക്കുന്ന ഇറാൻ യുദ്ധം ട്രംപിന് തന്നെ പുലിവാലായ മട്ടാണ്. ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് സമ്മതിച്ചേ മതിയാകൂ. എങ്കിലും ആ രാജ്യം കീഴടങ്ങുന്ന ലക്ഷണമില്ല. എന്ന് മാത്രമല്ല, ഇറാൻ തലങ്ങും വിലങ്ങും മിസൈൽ ആക്രമണം നടത്തുകയാണ്. മിസൈൽ ആക്രമണം ഏൽക്കാത്ത ഒരു ഗൾഫ് രാജ്യവും ഇല്ലെന്ന് തന്നെ പറയാം. യുദ്ധം വഷളായതോടെ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി വല്ലാതെ മൂർച്ഛിച്ചിരിക്കുന്നു. ഹോർമൂസ് പ്രതിസന്ധി നേരിടാൻ ട്രംപ് സഖ്യകക്ഷികളുടേതുൾപ്പെടെ എല്ലാ പ്രമുഖ രാജ്യങ്ങളുടെയും നാവിക പിന്തുണ തേടിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. യുദ്ധക്കപ്പലുകൾ അങ്ങോട്ട് അയക്കാൻ, അങ്ങനെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു സഖ്യകക്ഷിയും തയ്യാറല്ല. ഇറ്റലി ഒഴിഞ്ഞുമാറി, ജപ്പാനും ബ്രിട്ടനും മടിച്ചു നിൽക്കുന്നു. പ്രതിരോധിക്കാൻ അല്ലാതെ ആക്രമണത്തില്ലെന്ന് ഫ്രാൻസ് വ്യക്തമാക്കി. ചൈന മൗനം പാലിക്കുന്നു. റഷ്യയാകട്ടെ പരിഹാസപൂർവ്വം നോക്കി നിൽക്കുന്നു. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, തുടങ്ങിയതും ഞങ്ങളല്ല എന്ന് ജർമ്മനി തുറന്നടിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. വിലക്കയറ്റ നിയന്ത്രണം സാധ്യമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തതാണ് ട്രംപിന്റെ ഇലക്ഷൻ കാലത്തെ വാഗ്ദാനങ്ങളിലൊന്ന്. എന്നാൽ ട്രംപ് അധികാരത്തിൽ എത്തിയത് ആ വാഗ്ദാനത്തിന്റെ പിൻബലത്തിലാണെങ്കിൽ ഇറാൻ യുദ്ധം അമേരിക്കയിലും വിലക്കയറ്റത്തിന് വലിയ തോതിൽ ഇടയാക്കുന്നു. ഗ്യാസോലിൻ വില 20% അമേരിക്കയിൽ വർദ്ധിച്ചിരിക്കുന്നത്. ഡീസലിന്റെ വിലയിൽ 37% വർധനയുണ്ടായതായാണ് റിപ്പോർട്ട്. അടുത്തു വരുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇത് പ്രസിഡന്റ് ട്രംപിന് വലിയ തരത്തിൽ ക്ഷീണമാകുമെന്ന് ഉറപ്പാണ്. ഇതിനൊക്കെ പുറമെ യുദ്ധം അമേരിക്കയെ സാമ്പത്തികമായി വളരെയേറെ തളർത്തുകയും ചെയ്യും. ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയ്ക്ക് ഒരു വർഷത്തെ ചെലവിന് US സർക്കാർ അനുവദിക്കുന്ന തുക $2440 കോടി. എന്നാൽ യുദ്ധം 3 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു. ഈ 3 ആഴ്ച കൊണ്ട് ചെലവിടേണ്ടി വന്ന തുക തന്നെ $3390 കോടി പിന്നിട്ടിരിക്കുകയാണ്. ഇത് ആയുധ ചെലവ് മാത്രമുള്ള തുകയാണ്. മറ്റു ചെലവുകൾ, അതായത് സൈനികരെ യഥാസ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനും കപ്പലുകൾ യഥാസ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനും ഒക്കെ വേണ്ടി വന്ന ചെലവ് ഇതിൽ പെടുന്നില്ല. അത്തരം ചെലവുകൾ കൂടി പരിഗണിച്ചാൽ തുക വളരെയേറെ ആയിരിക്കും. ഈ പശ്ചാത്തലത്തിൽ ട്രംപിന് ഒരു മനംമാറ്റം പ്രതീക്ഷിക്കുകയാണ് ആഗോള വിപണികൾ. ഈ പ്രതീക്ഷ ഫലിച്ചേക്കാം. കാരണം ഒരു ദൗത്യവും പൂർത്തിയാക്കുന്ന പതിവ് ട്രംപിനില്ല. അതുകൊണ്ടാണല്ലോ ട്രംപിനെ അറിയുന്നവർ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്ന് പരിഹസിക്കാറുള്ളത് പോലും. അതൊക്കെ എന്തുമാകട്ടെ, വിപണിയുടെ സമീപകാല സാധ്യതകളിലേക്ക് മടങ്ങി വരാം. മാർച്ച് 23-ന് ആരംഭിക്കുന്ന ആഴ്ചയിൽ 4 ദിവസം മാത്രമായിരിക്കും വ്യാപാരം എന്നതാണ് ഇടപാടുകാർ ഓർക്കേണ്ട പ്രധാന കാര്യം.
26 വ്യാഴം വിപണിക്ക് അവധിയായിരിക്കും. ശ്രീരാമ നവമി പ്രമാണിച്ചാണ് അന്നത്തെ അവധി. തകർച്ച തുടരുന്ന പശ്ചാത്തലത്തിൽ വ്യാപാരത്തിന് വലിയ തോതിലുള്ള മാന്ദ്യം അനുഭവപ്പെടാനാണ് സാധ്യത. വലിയ തോതിലുള്ള ഉയർച്ച താഴ്ചകൾക്കും വിപണി വരും ദിവസങ്ങളിൽ വിധേയമാകാം. പരിഭ്രാന്തിയോടെയുള്ള ഓഹരി വിൽപ്പന ഒരു കാരണവശാലും നിക്ഷേപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. പുതുതായി നിക്ഷേപം നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ തന്നെ അത് ഒറ്റയടിക്ക് ആകരുത്. വിപണിയുടെ ഗതിവേദികൾക്ക് അനുസൃതമായി യുക്തമായ തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. നഷ്ടപ്രതിരോധ ശേഷിയുള്ള ഓഹരികളിൽ നിക്ഷേപിക്കുക, അതുപോലെ തന്നെ വൈവിധ്യവൽക്കരണത്തിനും ശ്രമിക്കുകയാണ് നിക്ഷേപകർക്ക് അഭികാമ്യം. US ഡോളറുമായുള്ള വിനിമയ ഇടപാടുകളിൽ രൂപയുടെ നിലവാരത്തിലുണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കാൻ നിക്ഷേപകർ ഈ കാലയളവിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിലവിൽ നിരക്ക് 93 പോലും പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് 93.70 എന്ന നിരക്ക് പോലും കഴിഞ്ഞ ദിവസം കണ്ടു. അതിനാൽ നിരക്ക് 95 പോലും എത്തിയേക്കാം എന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് രംഗത്തെ പ്രമുഖ ആഗോള സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് പ്രവചിച്ചിട്ടുള്ളത് എന്നോർക്കുക. ക്രൂഡ് ഓയിൽ വിലയിലെ വ്യതിയാനങ്ങളാണ് നിക്ഷേപകർ നിരീക്ഷിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം. ക്രൂഡ് ഓയിൽ വില $110 മുകളിലെത്തിയിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ 90% ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഇറക്കുമതി ചെയ്യുകയാണ്. അങ്ങനെ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ബാരലൊന്നിന് $10 വില വർധന ഉണ്ടായാൽ തന്നെ $1,500 കോടി, അതായത് ഏകദേശം 1,40,000 കോടി രൂപയുടെ അധിക ചെലവാണ് ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ലിൽ ഉണ്ടാകുക. ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വരുന്നുണ്ടെന്നത് ആശ്വാസകരമാണെങ്കിലും ഈ വിലക്കയറ്റം വലിയ തോതിലുള്ള അസ്വസ്ഥതയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സമ്മാനിക്കുന്നത്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ കഴിഞ്ഞ ആഴ്ച ചേർന്ന യോഗം പലിശ നിരക്കുകളിൽ ഒരു മാറ്റവും നിർദ്ദേശിക്കാത്ത സ്ഥിതിക്ക് വിദേശ ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓഹരി വിൽപ്പന ഇനിയും തുടരാനാണ് സാധ്യത എന്ന കാര്യവും നിക്ഷേപകർ ഓർക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ 16 വ്യാപാര ദിനങ്ങളിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, വിദേശ ധനസ്ഥാപനങ്ങൾ തുടർച്ചയായി ഓഹരി വിൽപ്പന നടത്തുകയായിരുന്നു. കടന്നുപോയ ആഴ്ചയുടെ അവസാന ദിവസം വിപണിയിൽ മുന്നേറ്റ സൂചനകളാണ് അനുഭവപ്പെട്ടതെങ്കിലും അതിന്റെ തുടർച്ച വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. വലിയ തോതിലുള്ള ഉയർച്ചകൾക്കും തകർച്ചകൾക്കും തന്നെയാണ് സാധ്യത. ഓഹരി വില സൂചികകളുടെ ക്ലോസിംഗ് നിലയും സമീപ ദിവസങ്ങളിലെ സാധ്യതയും ഇനി പരിശോധിക്കാം. സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത് 74,532.96 എന്ന നിലവാരത്തിലാണ്. നിഫ്റ്റി അവസാനിച്ചത് 23,114.50 എന്ന നിലവാരത്തിലും. നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തത് 53,427 പോയിന്റിലാണ്. വളരെ മോശമായ നിലവാരങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഇത്ര മോശമായ നിലയിലേക്ക് അടുത്ത കാലത്തെങ്ങും സൂചികകൾ പോയിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിക്ക് ലഭിക്കാവുന്ന പിന്തുണയുടെ നിലവാരം വളരെ താഴ്ന്നിരിക്കുന്നു. ഒരു കാലത്ത്, അതായത് ഏതാണ്ട് ഒരു മാസം മുമ്പ് വരെ 25,000-നും 26,000-നും മാത്രം ഇടയിൽ ചലിച്ചിരുന്ന നിഫ്റ്റി ഇപ്പോൾ 25,000-നും താഴെ, 24,000-നും താഴെ, 23,000-നും താഴെ എത്തിയിരിക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. ആ സ്ഥിതിക്ക് 22,500 നിലവാരമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന പിന്തുണയുടെ നിലവാരം. ഓഹരി വിലകൾ അല്പം മെച്ചപ്പെട്ടാൽ തന്നെ 23,450 നിഫ്റ്റിക്ക് വലിയ തോതിലുള്ള പ്രതിബന്ധം അനുഭവപ്പെടാം. 23,450 മുകളിലേക്ക് നിഫ്റ്റിക്ക് സഞ്ചരിക്കാൻ ആയെങ്കിൽ മാത്രമേ വിപണിയിലെ മുന്നേറ്റം സുസ്ഥിരമാകാൻ സാധ്യതയുള്ളൂ എന്നർത്ഥം. ഇനി ലാഭവീത വിതരണം സംബന്ധിച്ച് ഏതാനും കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് തീയതികൾ ഏതൊക്കെയെന്ന് നോക്കാം. മാർച്ച് 23-ന് കാസ്ട്രോൾ ഇന്ത്യ അന്തിമ ഡിവിഡന്റ് നൽകുന്നത് സംബന്ധിച്ച റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് തന്നെയാണ് ഇടക്കാല ലാഭവീത വിതരണത്തിന് വേണ്ടി ഇന്ത്യ ഗ്ലൈക്കോൾസ് ലിമിറ്റഡും പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡും റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുള്ളത്. മാർച്ച് 27 സംവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്, ഏഞ്ചൽ 1 എന്നിവ ഇടക്കാല ലാഭവീതം നൽകുന്നതിനുള്ള റെക്കോർഡ് തീയതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റ്, അതായത് ഓഹരി വിഭജനം സംബന്ധിച്ച് V2 റീറ്റെയിൽ ലിമിറ്റഡ് എന്ന കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് തീയതി മാർച്ച് 26 10 രൂപ മുഖവിലയുള്ള ഓഹരികൾ 1 രൂപയുടെ ഓഹരികളായാണ് വിഭജിക്കുന്നത്. ഇതേ തുടർന്ന് നിലവിലെ ഓഹരി ഉടമകൾക്ക് അവരുടെ കൈവശമുള്ള ഓരോ ഓഹരിക്കും 10 ഓഹരികൾ വീതം ലഭിക്കും. നിലവിൽ
ഒരു കമ്പനിയുടെ IPOയ്ക്ക് മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ സൗകര്യം ഉള്ളത്. പൊതുമേഖലയിലെ ഓൾ ഇന്ത്യ ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡിയറിയായി 1975 നിലവിൽ വന്ന സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് CMPDIN അതിന്റെ ഓഹരികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്ന സമയമാണ്. 20-ന് ആണ് ഇഷ്യൂ ആരംഭിച്ചത്. 20-ന് ആരംഭിച്ച ഇഷ്യൂ അവസാനിക്കുന്നത് മാർച്ച് 24-നാണ്. 163 രൂപ മുതൽ 172 രൂപ വരെയാണ് കമ്പനി നിശ്ചയിച്ചിട്ടുള്ള പ്രൈസ് ബാൻഡ്. 1842 കോടി രൂപ ലക്ഷ്യമിട്ടുള്ള ഓഫർ ഫോർ സെയിൽ ആണിത്.